ടോക്ക് പ്രോഫസി പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഡാനിയലിൻ്റെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5-6 എപ്പിസോഡ്സിൽ നമ്മൾ ഐഡൻറ്റിഫൈയിങ് ദ ആൻറ്റി ക്രൈസ്റ്റ് എന്നുള്ള ആ ടോപ്പിക്കാണ് ചർച്ച ചെയ്ത് വന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5ാമത്തെ എപ്പിസോഡ് കൂടെ കണ്ടിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഐഡൻറ്റിഫൈയിങ് ദ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളാണ് ഞങ്ങളിന്ന് പഠിക്കുവാനായിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുവാനാണ്. കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കുവാനാണ്. ഈശ്വര തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപേൽക്കണം പിതാവേ, ആമേൻ. പ്രിൻസിപ്പൽ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ആൻറ്റി ക്രൈസ്റ്റ്, അന്തിക്രിസ്തുവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 11 പോയിൻറ്റ്സ് ലിസ്റ്റ് ചെയ്തായിരുന്നു. ആ പോയിൻറ്റ്സ് മാത്രം ഒന്നുകൂടെ ഇന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ഒന്ന് റീകോൾ ചെയ്യാനായിട്ടൊന്ന് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ ഈ ചെറിയ കൊമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. ഇത് റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് കടന്നു വരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ശക്തിയാണെന്ന് നമ്മൾ കണ്ടു. റോമൻ സാമ്രാജ്യം 10ആയിട്ട് വിഭജിച്ചതിന് ശേഷം വരുന്ന ഒരു ശക്തിയാണെന്ന് കണ്ടു. ഈ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് വരുന്ന ശക്തിയാണെന്ന് കണ്ടു. അതുപോലെ ഈ 10 കൊമ്പുകളിൽ നിന്ന് 3 കൊമ്പുകളെ വേരോടെ പിഴുത് കളഞ്ഞതിന് ശേഷം, എന്ന് പറഞ്ഞാൽ 3 രാഷ്ട്രങ്ങളെ വേരോട് പിഴുത് കളഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ശക്തിയാണെന്ന് കണ്ടു. ഒരു ചെറിയൊരു കിങ്ഡം ആണെന്ന് കണ്ടു. അതുപോലെ അതിന് മനുഷ്യനുള്ളതുപോലെ കണ്ണുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ദൈവത്തിനെതിരായിട്ട് വമ്പ് പറയുന്ന ഒരു ശക്തിയാണെന്ന് കാണുന്നുണ്ട്. മറ്റെല്ലാ രാഷ്ട്രങ്ങളെക്കാട്ടും വ്യത്യസ്തമായൊരു രാഷ്ട്രമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ജനത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുകയും അവർ ജയിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സമയത്തെയും നിയമത്തെയും മാറ്റുന്ന ഒരു ശക്തിയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സമയപരിധി അല്ലെങ്കിൽ അത് ഭരിച്ച സമയത്തിൻ്റെ കാലം അവിടെ പറയുന്നുണ്ട്. 1260 വർഷമാണെന്ന് കാണുന്നുണ്ട്. ഇത്രയും സൂചനകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജോൺ, നമ്മൾ ഏകദേശം 8 സൂചനകളെക്കുറിച്ച് അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. അത് പെട്ടെന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? അതെ, ഇപ്പോൾ അത് റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മളത് കണ്ടതാണ്. ആ 4ാമത്തെ മൃഗത്തിൽ നിന്ന് തന്നെയാണ് ഈ ചെറിയ കൊമ്പ് വരുന്നത്. അത് റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. പേപ്പസി വരുന്നത് തന്നെ റോമൻ എംപയറിൽ നിന്ന് തന്നെയാണ്. കാരണം അതിന്റെ ഭാഷയായാലും അതിന്റെ ടൈറ്റിൽസ് ആയാലും അപ്രകാരം തന്നെയാണ്. പിന്നെ ഇത് വരുന്നത് 10ആയിട്ട് ഇത് വിഭജിക്കപ്പെട്ടതിന് ശേഷമാണ്. ഈ വെസ്റ്റേൺ റോമൻ എംപയർ, പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം 476 AD അത് വിഭജിക്കപ്പെട്ടത്. അതിനുശേഷം തന്നെയാണ് ഇതിന്റെ പരിപൂർണ്ണ ശക്തിയിലേക്ക് വന്നത് 538 AD തന്നെയാണ് പേപ്പസി വരുന്നത്. അതുകൊണ്ട് അതും ക്വാളിഫൈ ആകുന്നു. ഇത് 10 കൊമ്പുകളുടെ മധ്യം നിന്നാണ് വരുന്നത്. ഈ 10 കൊമ്പുകൾ കാണിക്കുന്നത് യൂറോപ്യൻ കൺട്രീസ് ആണ്. പേപ്പസി വരുന്നത് ഈ യൂറോപ്യൻ കോണ്ടിനെന്റ് തന്നെയാണ്. അപ്പൊ അതും അവിടെ ക്വാളിഫൈ ചെയ്യുന്നു. ഇത് 3 കൊമ്പുകളെ പിഴുതെറിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. 3 സാമ്രാജ്യങ്ങളെ ഇത് തോൽപ്പിക്കുന്നുണ്ട്. വാൻഡൽസ്, ഹെറുലി, ഓസ്ട്രോഗോത്തിനെ തോൽപ്പിക്കുന്നത് 538 പേപ്പസി വരുന്നത്. അങ്ങനെ അതിന്റെ ഭരണം അവിടെ ആരംഭിക്കുന്നു. അപ്പൊ അതും ക്വാളിഫൈ ആകുന്നു. ഇറ്റ്സ് എ ലിറ്റിൽ കിങ്ഡം. നമുക്കറിയാം, വാറ്റിക്കൻ എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണെങ്കിലും ഒരു സ്ഥലമാണെങ്കിലും അതിനെ ഒരു നേഷനായിട്ട് അതിന്റെ സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ സാമ്രാജ്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ പോയിന്റ് അവിടെ ക്വാളിഫൈ ചെയ്യുന്നു. ഇത് ആസ് ആൻ ഐസ് ഓഫ് എ മാൻ. ഈ കാത്തലിക് ചർച്ചിന്റെ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും ഹെഡായിട്ട് നിൽക്കുന്നത് പോപ്പാണ്. അപ്പോൾ ഇത് കാണിക്കുന്ന ഒരു മനുഷ്യനാൽ ഇത് ലീഡ് ചെയ്യപ്പെടുന്ന ഒരു ശക്തിയാകുന്നു. അത് ഇത് ക്വാളിഫൈ ചെയ്യുന്നു. സ്പീക്സ് ഗ്രേറ്റ് വേർഡ് അഗേൻസ്റ്റ് ഗോഡ്. ദൈവത്തിനെതിരെ അത് ദൂഷണങ്ങൾ പറയുന്നു. നമ്മൾ അറിഞ്ഞു, നമ്മൾ കർത്താവ് യേശു തന്നെ അറിഞ്ഞു, പാപം ക്ഷമിക്കാൻ എന്ന് പറയുന്നത് അതൊരു ദൈവദുഷ്ടമാണ്. റോമൻ കാത്തലിക് ചർച്ച് ഈ ഇരുണ്ട കാലയുഗത്തിൽ പാപ വിമോചന ചീട്ട് പറഞ്ഞുകൊണ്ട് പാപക്ഷമ അവരെന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. എന്നാൽ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് വരെ അവർ ക്ഷമ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏറ്റവും വലിയ ദൈവദൂഷണമാണ് അവർ ചെയ്തത്. കാരണം സഭയ്ക്ക് കാശിന്റെ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് ചില സഭകൾ പണിയാൻ വേണ്ടി. അങ്ങനെ ഈ ശക്തി ഇതിനെയും ക്വാളിഫൈ ചെയ്യുന്നു. ഇത് ബാക്കിയുള്ള എല്ലാ സാമ്രാജ്യങ്ങളും വ്യത്യസ്തമാണ് എന്നും വേദപുസ്തകം പറയുന്നുണ്ട്. നമുക്കറിയാം, ബാക്കിയുള്ള എല്ലാ കൊമ്പുകളും ഇറ്റ്സ് എ പൊളിറ്റിക്കൽ പവർ, അത് രാഷ്ട്രീയ ശക്തിയാണ്. പക്ഷെ ഇതിന് എന്തുകൊണ്ട്? ഇതിന്റെ രാജാക്കന്മാർ തന്നെ തുടങ്ങി അതിൽ നിന്ന് മതപരമായ ശക്തി എടുക്കുന്നു. പിന്നെ 538 ശേഷം മുതലുള്ള ഓരോ പോപ്പുമാർ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ ശക്തി എടുക്കുന്നുണ്ട്. അപ്പൊ യൂണിയൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് റോമൻ കാത്തലിക് ചർച്ചിന് ക്വാളിഫൈ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ജോണത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദൈവത്തിന് നിയമത്തെയും സമയങ്ങളെയൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടെ ചേർത്ത് 4ാമത്തെ കൽപ്പനയെ മാറ്റിയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ശക്തി എന്ത് ചെയ്യുന്നു? സമയത്തെയും നിയമത്തെയും മാറ്റും എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയത്തെയും നിയമത്തെയും എന്ന് പറയുമ്പോൾ അവിടെ ടൈം ആൻഡ് ലോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആൻഡ് എന്ന കൺജങ്ഷൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അതിന്റെ മൂലഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു ബന്ധമുണ്ട്.
നമുക്കറിയാം 4ാമത്തെ കൽപ്പനയിലാണ് സമയവും നിയമവും ഒന്നിക്കുന്നത്. കാരണം ദൈവം 6 ദിവസം കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു, 7ാം ദിവസം അത് നിവൃത്തനാണ്, വിശുദ്ധീകരിച്ചു. അതാണ് വിശുദ്ധ ശബത്ത്. നമുക്കറിയാം ആഴ്ചയിൽ 7ാമത്തെ ദിവസം എത്തുന്ന ശനിയാഴ്ച. പക്ഷെ ഇന്ന് ലോകത്തിലെ എല്ലാ സഭകളും ദേവാലയത്തിൽ പോകുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ഞായറാഴ്ചയാണ്. ഇത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോമൻ കത്തോലിക്ക സഭ എന്ത് ചെയ്തു? ഞായറാഴ്ചയെ വിശുദ്ധ ശബത്താക്കി മാറ്റി. അവർ നിയമത്തെ മാറ്റുകയാണ്. ഇനി ഞാൻ അവരുടെ എഴുത്തുകളിലേക്ക് പോകാം. അപ്പോൾ അവരുടെ സിസ്റ്റം അനുസരിച്ച് ഇപ്പൊ അവർക്ക് കാറ്റക്കിസം എന്ന് പറഞ്ഞ സാധനമുണ്ട്, ബുക്കുണ്ട്. അല്ലെങ്കിൽ ഈ കാറ്റക്കിസം എന്ന ബുക്ക് അവർ തന്നെ പറയുന്നുണ്ട്, അത് ദ അതോറിറ്റി ഓഫ് കാറ്റക്കിസം ഈസ് ഹയർ ദാൻ ഓഫ് എനി അതർ. അവരുടെ പുസ്തകത്തിന് എടുത്തുകൊണ്ടാണ്. അപ്പൊ കാറ്റക്കിസത്തിന് അവർ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി കൗൺസിൽ ഓഫ് ട്രെൻഡിലെ കാറ്റക്കിസം 347ാമത്തെ പുറത്തിൽ ഇപ്രകാരം പറയുന്നു: ഇറ്റ് പ്ലീസ് the Church of God that the religious celebration of the Sabbath day should be transferred to the Lord's Day, meaning Sunday. സഭയ്ക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? ശബത്തിന്റെ അനുസരണം അവർ എങ്ങോട്ടേക്ക് മാറ്റി? കർത്താവിന്റെ ദിവസത്തേക്ക് മാറ്റി, ലോർഡ്സ് ഡേയിലേക്ക് മാറ്റി. പക്ഷെ അവർ പറയുന്ന ലോർഡ്സ് ഡേ ഞായറാഴ്ചയാണ്. പക്ഷെ നമ്മൾ ഇനി അടുത്ത സീസണിലായിരിക്കും നമ്മൾ വെളിപ്പാട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോർഡ്സ് ഡേ എന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ തുടർന്നു, ഫോർ ആസ് ഓൺ ദാറ്റ് ഡേ ലൈറ്റ് ഫസ്റ്റ് ഷോൺ ഓൺ ദി വേൾഡ്. കാരണം ആ ദിവസമാണ് സൃഷ്ടിയുടെ, ആ ദിവസം ദൈവം വെളിച്ചം സൃഷ്ടിച്ചു, ആ ദിവസമാണ് വെളിച്ചം വന്നത്. സോ ബൈ ദ റിസ്റ്ററേഷൻ ഓഫ് റിഡീം ഓൺ ദാറ്റ് ഡേ, കർത്താവ് യേശു ക്രിസ്തു എഴുന്നേറ്റ ദിവസവും അതാണ്. ഹു ഓപ്പൺഡ് us the gate of life eternal. അങ്ങനെ നൽകിയത് ഇവിടെ. ആ കോഡ് ഞാൻ മുഴുവനും വായിക്കുന്നില്ല. അവിടെ വീണ്ടും പറയുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചത് പെന്തക്കോസ്റ്റ് വരുന്നതും ആ 50ാം ദിവസമാണ്, അതും വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പൊ ഇതെല്ലാം അവർ എടുത്തുകൊണ്ട് സൃഷ്ടിയുടെ ആദ്യ ദിവസമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വിശുദ്ധ ശബത്ത് അവരായിട്ട് മാറ്റിയതാണ്. അപ്പൊ ഈ മാറ്റം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ സൺഡേ എന്ന അവരുടെ മാർക്ക് ഓഫ് അതോറിറ്റി ആണെന്ന് വരെ കാത്തലിക്സ് അത് തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവർ സമയത്തെയും നിയമത്തെയും മാറ്റാൻ നേരത്തെ പറഞ്ഞു. അതൊന്ന് വിഗ്രഹങ്ങളാണ്. ഇന്ന് നമുക്കറിയാം കത്തോലിക്ക സഭയിൽ മുഴുവനും വിഗ്രഹങ്ങളാണ്. വിശുദ്ധന്മാരെ ഇത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. മരിച്ചവരോട് ഒരു സംസർഗം ഉണ്ടാകാൻ തിരുവചനം നമ്മൾ വ്യക്തമായിട്ട് പറയുന്ന സമയത്ത് ഇവരെങ്ങനെ എന്ത് ചെയ്യാണ്? സമയത്തെയും നിയമങ്ങളെ. അപ്പോൾ നമുക്ക് അടുത്ത 2-3 ക്യാരക്ടറിസ്റ്റിക്സിനോട് ചർച്ച ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് നമുക്ക് എടുക്കാം. നമുക്കപ്പോൾ ഈ ചർച്ച തുടരാം. നമ്മൾ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഈ ആൻറ്റി ക്രൈസ്റ്റ് പവർ എത്ര നാൾ പവറിലുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 7ാമത്തെ അധ്യായത്തിന്റെ 25ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതിന്റെ അധികാരത്തിന്റെ കാലാവധി കാലം, കാലങ്ങൾ, കാലാംശമാണ്. അപ്പോൾ കാലം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് ബാക്കിയെല്ലാം പിടികിട്ടും. അപ്പോൾ ഈ ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 4ാമത്തെ അധ്യായത്തിൽ പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് കാലം എന്നുള്ള വാക്ക്. അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വർഷത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം വളരെ എളുപ്പം മനസ്സിലാവുന്നത്. കാരണം നെബൂഖദ്നേസർ രാജാവിന് 7 വർഷം മാനസിക നില തെറ്റി ആ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തുപോയി ഒരു വന്യജീവിയെ പോലെ ജീവിക്കും. അതിനവർ പറഞ്ഞ 7 കാലങ്ങളെന്നാണ്. അതും 4-5 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ കാലം ഒരു വർഷമാണ് തിരിച്ചറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒരു വർഷത്തിൽ യഹൂദന്മാരുടെ കലണ്ടർ പ്രകാരം 360 ദിവസമുണ്ട്. അപ്പോൾ കാലം എന്ന് പറയുമ്പോൾ 360, കാലങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും 720, 360ന്റെ ഇരട്ടി, അല്ലെങ്കിൽ കാലം ഇരുക്കാലം. പിന്നെ കാലാംശം എന്ന് പറയുമ്പോഴത്തേ കാലത്തിന്റെ പകുതി. അപ്പോൾ 360ന്റെ പകുതി എത്ര? 180. അപ്പോൾ 360, 720, 180 കൂടെ കൂട്ടുമ്പോൾ 1260 ദിവസം കിട്ടും. പക്ഷെ പ്രവചനത്തിൽ 1260 ദിവസം എന്ന് പറയുമ്പോൾ 1260 വർഷങ്ങളെ സൂചിപ്പിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോമൺ ആയിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ. കാരണം സംഖ്യാപുസ്തകത്തിലും എഹെസ്കേലിന്റെ പുസ്തകത്തിലും ഒക്കെ പ്രവചനത്തെ കാണിച്ചപ്പോൾ അവർ ഒരു ദിവസത്തിന് പകരം ഒരു വർഷമായിട്ട് ദൈവം അതിനെ അവിടെ എക്സ്പ്ലനേഷൻ തന്നെ ദൈവം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ 1260 വർഷത്തിന്റെ കാലാവധിയാണ് ഈ റോമൻ കാത്തലിക് പവറിന് ഉണ്ടാവുന്നത്, അതിൻ്റെ ആ പരമാധികാരം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ അത് ശരിയാണ്. നേരത്തെ ബ്രദർ ജോണത്തൻ പറയുകയുണ്ടായി 538 AD ആ കത്തോലിക്ക സഭ പരമാധികാരം അവർക്ക് ലഭിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ 1260 വർഷം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും 1798 AD എത്തുന്നത്. ആ കൃത്യം വർഷമാണ് ശരിക്കും ആ പാപ്പാസത്തിൻ്റെ പരമാധികാരം താഴെ വീഴുന്നത്. കാരണം ആ വർഷം നെപ്പോളിയൻ്റെ കമാൻഡറെ ബെർത്തിയർ പോപ്പിനെ പിടിച്ചുകൊണ്ട് പോവുകയും തടവറയിലിടുകയും അവരുടെ ടെമ്പോറൽ അതോറിറ്റി എടുത്ത് മാറ്റുകയും ചെയ്യുക. അതായത് ആ രാജ്യത്തിൻ്റെ അധികാരം എടുത്തു മാറ്റുക. പിന്നെ അവർക്ക് വർഷങ്ങളോളം ഇല്ല. ഇപ്പം കാണുന്ന ശക്തി പോലും ആ വർഷങ്ങളോളം ആ കാലത്ത് ഇല്ലായിരുന്നു. അപ്പോൾ കൃത്യമായി പ്രവചനം നടപ്പിലായി. അപ്പോൾ ബ്രദർ പ്രിൻസ്, നമുക്കറിയാലോ ഈ മിഡീവൽ ടൈംസിലാണ് ഡാർക്ക് ഏജസ് ഉണ്ടായിരുന്നത്. ഇരുണ്ട കാലഘട്ടത്താണ് ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സഭ തന്നെ സഭയിലുള്ള ആൾക്കാരെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രവും
എന്തെങ്കിലും കഥകളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു എന്താണ് അവിടെ സംഭവിച്ചതെന്നൊക്കെ പറയാൻ പറ്റുമോ? പലപ്പോഴും മറന്നു പോകുന്ന ഒരു ചരിത്രം കൂടിയാണ്. കാരണം ഈ റോമൻ കത്തോലിക്ക സഭ ശരിക്കും തിരുവചന സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് പല പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്നതായിട്ട് കാണും. അപ്പോൾ ശരിക്കും അന്നും വലിയൊരു സമൂഹം തിരുവചനത്തിന് എതിരായിട്ട് നിന്നപ്പോൾ ചെറിയൊരു സമൂഹം ദൈവത്തിൻ്റെ തിരുവചനത്തെ മുറുകി പിടിച്ചുകൊണ്ട് നിന്നത്. ആ ഒരു ചെറിയ സമൂഹത്തിനെതിരായിട്ടാണ് ഈ പേഴ്സിക്യൂഷൻ അല്ലെങ്കിൽ ഉപദ്രവം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവർ ഈ ഒരു ചെറിയ കൊമ്പെന്ന് പറയുന്ന ശക്തി ഈ ദൈവജനത്തിനെതിരായിട്ട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ് ഒത്തിരി ആൾക്കാരുടെ പേഴ്സിക്യൂഷനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. ഫ്രാൻസിലെ പീറ്റ്മൺ വാലിയിൽ വാലൻസീസ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ തിരുവചനങ്ങൾ പഠിച്ചിട്ട് റോമൻ കത്തോലിക്ക സഭ ചെയ്യുന്ന തെറ്റാണെന്ന് ആർജവത്തോടെ വിളിച്ച് പറയുകയുണ്ട്. അപ്പം അവരെ ഉന്മൂലനാശം ചെയ്യാനായിട്ട് സഭ ഉത്തരവിടുകയാണ്. 1655 സവോയ് ഡൂക്കിൻ്റെ നേതൃത്വത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 1700 പേരെയാണ് കൊല്ലപ്പെട്ടത്. അപ്പം അതുപോലെ തന്നെ ചെറിയ കൂട്ടങ്ങളായിട്ട് ഹ്യൂഗനോട്ട്സ്, ആൽബീജിയൻസ് എന്ന് പറയുന്ന കുറേ ചെറിയ കൂട്ടങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം പേഴ്സിക്യൂട്ട് ചെയ്യാനും ഇവരെ കൊലപ്പെടുത്തുവാനൊക്കെ ആയിട്ട് സഭ മുന്നിട്ടിറങ്ങിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇൻക്വിസിഷൻ, ഇപ്പോൾ സഭയുടെ അല്ലെങ്കിൽ പോപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്തരവുകൾ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് സഭ മുദ്ര കുട്ടുന്ന ഹെററ്റിക്സ് അല്ലെങ്കിൽ മതഭ്രാന്തന്മാരെന്ന് പറയുന്ന സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്നവരെ മുദ്ര കുത്തി അവരെ പേഴ്സിക്യൂട്ട് ചെയ്യുന്ന, അവരെ കൊലപ്പെടുത്തുന്ന അനേകം ഉത്തരവുകൾ ഇറക്കി. നമ്മുടെ രാജ്യത്ത് പോലും ഗോവൻ ഇൻക്വിസിഷനൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒത്തിരി പേരെ അവർ കൊന്നൊടുക്കി. ജെറോം, അതുപോലെ ടിൻഡേൽ, അതുപോലെ തന്നെ ജോൺ ഹസ്, ഇവരെല്ലാം ചുട്ടുകൊന്നായിട്ട് ചരിത്രം രേഖപ്പെടുത്തും. ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചരിത്രങ്ങളാണ്. പക്ഷേ ചരിത്രത്തെ ആളുകൾ മറിഞ്ഞു പോയപ്പോൾ പലരും ഇത് വിസ്മരിച്ചു പോകുന്നത് നിർഭാഗ്യമാണ്. ആർക്കും അറിയില്ലല്ലോ, ഇതൊന്നും ആരും ചിന്തിക്കുന്ന പോലും ഇല്ല. അതെ. സ്റ്റോപ്പ്. അപ്പം അതിനെക്കുറിച്ച് എന്തോ ഇനി പറയുന്നില്ലല്ലേ? ഇതെങ്ങനെയാ മറിഞ്ഞു പോയെന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ആൻസർ. അത് വേറെ ചോദ്യം ആണോ? ഈ ചോദ്യമല്ല. ഇപ്പൊ സെർച്ച് കിട്ടില്ല. നെൽവിനെങ്ങാണ്ട് പറഞ്ഞു. അല്ല, ഇതിപ്പോ ഇനിയും നമ്മൾ 2 ചോദ്യം ഇല്ലേ? ഇനി ഇഷ്ടംപോലെ ഉണ്ട് സെഗ്മെന്റിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പേഴ്സണലി ഒരു വിശകലനം ചെയ്യുന്ന പോലെയാണ്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 100% ഇത് റോമൻ കാത്തലിക് സഭ തന്നെയാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ സാധാരണ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു എംപററാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പുറയിലുള്ള സ്റ്റോറി എന്താണ്? അതിൻ്റെ പുറയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദാനിയേലിലെ 8ാമത്തെ അധ്യായത്തിൽ നിന്നാണ് അതിനെ തെളിയിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ആൻറ്റി ക്രൈസ്റ്റ് ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏറ്റവും ഫൗണ്ടേഷണൽ അധ്യായം ദാനിയേൽ ചാപ്റ്റർ 7 ആണ്. അപ്പോൾ ഈ 7ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് റോമിൽ നിന്ന് പറഞ്ഞത്. അന്ത്യോക്കസ് എപ്പിഫാനസ് പറഞ്ഞ ഒരു സെലൂസിഡ് കിങ്, റോമിനൊക്കെ ഒത്തിരി മുമ്പാണ്. കാരണം റോം എന്ന് പറയുന്നത് 4ാമത്തെ മൃഗത്തിൻ്റെ തലയിൽ വരുന്ന ഒരു കൊമ്പാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ്, ശക്തിയാണ്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ വായിച്ചിരുന്നു തെസ്സലോനിക്കയുടെ ലേഖനത്തിൽ നിന്നും അതുപോലെ തന്നെ 1 യോഹന്നാനിൽ നിന്നൊക്കെ വെച്ച് ഇത് സഭയിൽ വിശ്വാസത്യാഗം സംഭവിച്ചതിന് ശേഷം സഭയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് അധർമ്മമൂർത്തി അല്ലെങ്കിൽ എതിർ ക്രിസ്തു തന്നെ അവിടെ വാക്കുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സെലൂസിഡ് കിങ്ങായ അന്ത്യോക്കസിന് സഭയായിട്ട് ഒരു ബന്ധമില്ല. ആ ക്രിസ്ത്യാനിറ്റി പോലും അന്ന് വന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ആരാ? ക്രിസ്തുവിന് പകരക്കാരനാണ് അല്ലേ? ക്രിസ്തു വരുന്നത് 1ാം നൂറ്റാണ്ട് AD സെലൂസിഡ് കിങ് ആയ അന്ത്യോക്കസ് എപ്പിഫാനസ് BC-യിലുള്ള ആളാണ്. അപ്പോൾ ഈ ക്രിസ്തു വരുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ എതിരാളി എങ്ങനെയാ വരുന്നത്? അത് വെറും ശുദ്ധ മണ്ടത്തരമാണ്. അപ്പോൾ ഇത് ഒരിക്കലും മാച്ച് ചെയ്യാത്തൊരു കാര്യമായി പറയുന്നത്. അതുപോലെ തന്നെ ഈ ആൻറ്റി ക്രൈസ്റ്റ് ഭാവിയിൽ ഏതോ ഒരു സമയത്ത് വരുന്നു എന്നുള്ളൊരു തിയറിയും കൂടെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഈ ഡോക്ടറിനെ ഫ്യൂച്ചറിസം ഡോക്ടർ എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് തന്നെ 2 ജെസ്യൂട്ട് റൈറ്റേഴ്സ് ആണ്, മാനുവൽ ലക്കൻസയും അതേപോലെ ഫ്രാൻസിസ്കോ റിബേറയും. 16ാമത്തെ 18ാം നൂറ്റാണ്ടിലാണ് അത് കൊണ്ടുവന്നത്. ഈ ഫ്യൂച്ചറിസം അനുസരിച്ച് അവരെല്ലാം പറയുന്നത് ഈ നടക്കേണ്ട ഈ പ്രവചനങ്ങളെല്ലാം ഭാവിയിൽ നടക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവരനുസരിച്ച് ക്രിസ്തുവിന്റെ 2ാം വരവ്, ഇനി വരാൻ പോകുന്ന പീഡനം, അതേപോലെ അന്തിക്രിസ്തു, ഇതെല്ലാം ഭാവിയിൽ നടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് എന്തുകൊണ്ട് തെറ്റാകുന്നതാണ്. നമ്മൾ ചിന്തിക്കണം, 11 ഐഡന്റിഫൈ മാർക്സ് ഉണ്ട്. നമ്മൾ മലയാളികൾ കുറച്ചു പേരെങ്കിലും കണ്ടു വന്ന ഒരു TV പ്രോഗ്രാം അശ്വമേധം. അതിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓരോ ഡീറ്റെയിൽസ് ചെയ്യുന്നത് ആണാണോ, ഇന്ന ദേശത്ത് നിന്നാണോ, ഇന്ത്യയിൽ നിന്നാണോ, ഇന്ന സംസ്ഥാനത്ത് നിന്നാണോ, ഏതാണോ ഫീൽഡ്, എപ്രകാരമാണ്. അതിൽ ഏതെങ്കിലും ഒരു ഫീൽഡ് എസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഉത്തരം കണ്ടെത്താൻ സാധിക്കില്ല. അല്ലെങ്കിൽ 21 ചോദ്യത്തിലും ഉള്ള ഒരുമിക്കുമ്പോഴാണ് ഉത്തരം കണ്ടത്. അതേപോലെ ഈ 11 പോയിന്റ്സ്
നമ്മൾ നേരത്തെ ഡിസ്കസ് 11 പോയിന്റ്സ് ഒരു ശക്തിയിലേക്ക് മാത്രം ചൂണ്ടിക്കാണി. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അത് റോമൻ കത്തോലിക് ചർച്ച് സിസ്റ്റമാണ്. കറക്റ്റ്. അതുപോലെ തന്നെ ഇത് ഇത്രയും പയന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. കാരണം അത് 476 AD ശേഷം വരേണ്ട ഒരു ശക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഇനി വരുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കൃത്യം 1260 വർഷമാണ്. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഇനി ഭാവിയിൽ നടക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇതിലൊരു വ്യക്തി ആവാനേ പറ്റത്തില്ല. അപ്പൊ അന്ത്യോക്കസ് എപ്പിഫാനസ് നേരത്തെ ചോദിച്ചു, കാരണം 1260 വർഷമാണ് ഭരണകാലം. അതൊരു വലിയ പോയിന്റ്. ഫ്യൂച്ചറിലും വ്യക്തിയാണെന്നാണല്ലോ ഇവര് അവകാശപ്പെടുന്നത്. അതെ. വളരെ ശരിയാണ്. അപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള എറോണിയസ് തിയറീസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വരികയാണ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ബ്രേക്ക് നമുക്ക് എടുക്കാം. ചർച്ച തുടരാം. ജേക്കബ്, അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ച് നോക്കിയാലും എങ്ങനെ നോക്കിയാലും 100% ഈ ആൻറ്റി ക്രൈസ്റ്റ് പവർ റോമൻ കാത്തലിക് ചർച്ചാണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. അത് എങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എനിക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്നതാണ്. ഈ നവീകരണ പ്രസ്ഥാനം, അതായത് റിഫർമേഷൻ ഉണ്ടായതേ സഭയ്ക്കെതിരെയാണല്ലോ. അപ്പോൾ അന്നത്തെ റിഫോമേഴ്സ് എല്ലാവരും ഈ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക് സഭയാണെന്ന് വിശ്വസിച്ചിരുന്നോ? അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉദയനക്ഷത്രം എന്ന് വിളിക്കുന്നത്, ദ മോർണിംഗ് സ്റ്റാർ ഓഫ് റെഫോർമേഷൻ എന്ന് വിളിക്കുന്ന ജോൺ വിക്ലിഫിനെ, അദ്ദേഹമാണ് ശരിക്കും ഇത് സാധാരണ മനുഷ്യരുടെ ഭാഷയിലേക്ക് ബൈബിളിനെ ഏറ്റവും പ്രധാനമായിട്ടും കൊടുത്ത ഒരാൾ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൊട്ടേഷൻ ഉണ്ട്, ഇഷ്ടംപോലെ കൊട്ടേഷൻ ഉണ്ട്. ഞാൻ ഒരു കൊട്ടേഷൻ പറയുന്നുള്ളൂ. അതിൽ പറയുന്നത് ഇങ്ങനെ: ദി ആൻറ്റി ക്രൈസ്റ്റ്, ദ പ്രൗഡ് വേൾഡ്ലി പ്രീസ്റ്റ് ഓഫ് റോം ആൻഡ് ദ മോസ്റ്റ് കേഴ്സ്ഡ് ഓഫ് ക്ലിപ്പേഴ്സ് ആൻഡ് കട്ട് പേഴ്സസ്. അതായത് ഈ ലൗകികമായിട്ടുള്ള റോമിൻ്റെ ഈ പുരോഹിതനാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അത് സ്കാഫ് ഹിസ്റ്ററി അതിന്റെ 316 പേജിലാണ്. അതുപോലെ ഏറ്റവും ഫേമസ് പ്രോട്ടസ്റ്റന്റ് റിഫോമർ ആരാ? മാർട്ടിൻ ലൂതറിന്റെ ഒത്തിരി കൊട്ടേഷൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഡയറക്റ്റ് റൈറ്റിംഗ് ആയ സ്മാൽകാൾഡ് ആർട്ടിക്കിൾസ്, അതൊരു പർട്ടിക്കുലർ ഒരു ലീഗിന് വേണ്ടി, സ്മാൽകാൾഡിക് ലീഗിന് വേണ്ടി ആ സമയത്ത് പ്രിപ്പയർ ചെയ്ത ആർട്ടിക്കിൾസ്. അതിന്റെ ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാം. ദിസ് ടീച്ചിങ് ഓഫ് ദ സുപ്രമസി ഓഫ് ദ പോപ്പ് ഷോസ് ഫോഴ്സ്ഫുള്ളി ദാറ്റ് ദ പോപ്പ് ഇസ് ദ വെരി ആൻറ്റി ക്രൈസ്റ്റ്. അതായത് ഈ പാപ്പാത്വത്തിൻ്റെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ പരമാധികാരം എന്നുള്ള ഈ പഠനം തന്നെ കാണിക്കുകയാണ് അവരാണ് എതിർ ക്രിസ്തു എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ ദേവാലയത്തിൽ ദൈവമായി ഇരിക്കുന്ന ഒരു ശക്തിയാണ് എതിർ ക്രിസ്തു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അതാണ് ഈ പരമാധികാരത്തിലൂടെ അവർ കാണിക്കുന്നത്. ദേവാലയമല്ല, ദൈവത്തിൻ്റെ സഭ. അപ്പോൾ ഇതുപോലെ നിറയെ കൊട്ടേഷൻസ് ഉണ്ട്. എല്ലാ പ്രോട്ടസ്റ്റന്റ് റിഫോമേഴ്സും തന്നെ എതിർ ക്രിസ്തു എന്ന് പറയുന്ന മാർപ്പാപ്പയാണ്, കത്തോലിക്ക പ്രസ്ഥാനത്തിൻ്റെ അധികാരത്തെയാണെന്ന് തികച്ചും അവർ സമ്മതിച്ചു, അല്ല അവർ തുറന്നു പറഞ്ഞിരുന്ന ഒരു കാര്യം. അപ്പോൾ ജോണത്തൻ, ഇപ്പോൾ നമ്മളിപ്പോൾ ആസ് എ ചർച്ച് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ മാത്രമേ എതിർ ക്രിസ്തു പാപ്പാത്വമാണ് അല്ലെങ്കിൽ റോമൻ കാത്തലിക് സഭയാണെന്ന് പറയുന്നുള്ളൂ. പക്ഷേ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രൊട്ടസ്റ്റൻറ്റ് സഭകളുണ്ടായിരുന്നു. സോ അവരുടെയൊക്കെ ഫൗണ്ടിങ് ഫാദേഴ്സ് അതുപോലെ തന്നെ അന്നത്തെ വിശ്വാസികളൊക്കെ എങ്ങനെയാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്? അവരും ഈ ആൻറ്റി ക്രൈസ്റ്റ് പവർ റോമൻ കാത്തലിക് ചർച്ചാണെന്ന് വിശ്വസിച്ചിരുന്നോ? തീർച്ചയായിട്ടും അവർ വിശ്വസിച്ചിരുന്നു. ഞാൻ ചില സഭകളുടെ ഞാൻ പറയാം, മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കുകയാണ്. ദിസ് ബീസ്റ്റ് ഈസ് ദ റോമിഷ് പേപ്പസി. ഈ മൃഗം എന്താണ്? അത് റോമൻ കത്തോലിക്ക സഭയാണ്, പാപ്പാത്വമാണ്. ആസ് ഇറ്റ് കെയിം ടു എ പോയിന്റ് 600 years since, stands now and will for some time longer. 600 വർഷങ്ങൾക്ക് മുമ്പ് വന്നു, അത് ഇപ്പോഴും നിൽക്കുന്നു, ഇനി കുറച്ച് കാലം കൂടി അത് നിലനിൽക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, നോട്ട്സ് ഓൺ ദ ബുക്ക് ഓഫ് റെവലേഷൻ. അത് ജോൺ വെസ്ലി കമന്റ് ചെയ്തത്, ദ ഹോൾ സക്സഷൻ ഓഫ് പോപ്സ് ഫ്രം ഗ്രെഗറി 7, ഗ്രെഗറി 7 മുതലുള്ള എല്ലാ പോപ്പുകളും ആർ അൺഡൗട്ടഡ്ലി ദി ആന്റി ക്രൈസ്റ്റ്. ഒരു സംശയമില്ലാതെ അവർ അന്തിക്രിസ്തു തന്നെയാണ്. Yet this hinders not, but the last pope in the succession will be more eminent than Christ. ഏറ്റവും അവസാന പോപ്പ് ആയാൽ പോലും അത് ഒരു മാറ്റമില്ല, അത് കൂടുതൽ അന്തിക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കും. The man of sin, അധർമ്മമൂർത്തി. Adding to that of predecessor a peculiar degree of wickedness and bottomless. ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ദുഷ്ടത അത് ചെയ്യും. അതേപോലെ തന്നെ ഇനി അടുത്ത് ഞാൻ വായിക്കാൻ പോകുന്നത് ബാപ്റ്റിസ്റ്റ് സഭ എന്നതാണ്. അപ്പൊ ഈ ബാപ്റ്റിസ്റ്റ് കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് ആർട്ടിക്കിൾ ആണ്, 1689 ഇറക്കിയതാണ്. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. അത് ഇപ്രകാരം പറയുന്നു: ദ പോപ്പ് ഓഫ് റോമൻ കത്തോലിസിസം കനോട്ട് ബി ഇൻ എനി സെൻസ് ബി ഹെഡ് ഓഫ് ദി ചർച്ച്. റോമൻ കത്തോലിക്ക സഭയുടെ പോപ്പ് ഒരിക്കലും സഭയുടെ നേതാവല്ല. റാദർ ഹി ഈസ് ദി ആന്റി ക്രൈസ്റ്റ്. അവൻ അന്തിക്രിസ്തുവാണ്. ദ മാൻ ഓഫ് ലോലെസ്നെസ്. വീണ്ടും അവർ അതേപോലെ ആവർത്തിക്കുകയാണ്. അധർമ്മമൂർത്തി, ദ സൺ ഓഫ് ഡിസ്ട്രക്ഷൻ, നാശയോഗ്യൻ, ആൻഡ് ഹു എക്സാൾട്ട് ഹിംസെൽഫ് ഇൻ ദ ചർച്ച്
അഗെയിൻസ്റ്റ് ക്രൈസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ് ഇസ് ഗോഡ്. അവൻ സഭയിൽ ഇരുന്നു കൊണ്ട് ദൈവവും നടച്ച് പൂജാ വിഷയമായ എല്ലാ കാര്യത്തിലും തന്നെ താൻ ഉയർത്തുന്നവൻ. ദി ലോർഡ് വിൽ ഡിസ്ട്രോയ് ഹിം വിത്ത് ദ ബ്രൈറ്റ്നസ് ഓഫ് ഹിസ് കമ്മിങ്. ദൈവം രണ്ടാമതരവും നശിപ്പിച്ചു കളയും. നമുക്ക് ഇന്നറിയാം, നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു വലിയ സഭയാണ് പെന്തക്കോസ്ത് സഭ. പെന്തക്കോസ്ത് സഭയുടെ സ്ഥാപകൻ ചാൾസ്, അദ്ദേഹം വന്നിരിക്കുന്നതും ഈ മെത്തോഡിസ്റ്റ് ചർച്ചിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹവും ഇപ്പൊ നേരത്തെ കണ്ടു മെത്തോഡിസ്റ്റ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഈ മിക്ക സഭകളും ആദ്യ കാലങ്ങളിൽ അവരത് വിശ്വസിച്ചിരുന്നു, അത് അപ്രകാരം തന്നെയാണ്. പക്ഷെ പിന്നെയാണ് മാറ്റം ഉണ്ടായത്. കറക്റ്റ്. അപ്പോൾ ലീഡിങ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ, വിശ്വാസത്തിലുള്ള സഭകളെല്ലാവരും ഇത് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു എതിർപ്പല്ലേ? എതിർപ്പാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ കാണുന്നത്. ഇതൊരു അനുരഞ്ജനം, എല്ലാവരും കൂടെ ചേർന്ന് പോകണം, എല്ലാവരും പോപ്പിൻ്റെ അല്ലെങ്കിൽ റോമൻ കാത്തലിക് സഭയുടെ കൂടെ ഉള്ളതാണെന്നുള്ളൊരു ഡെവലപ്മെൻറ്റിലാണ് ഇന്നത്തെ മോഡേൺ ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി തന്നെ പോകുന്നത്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? ഇത്രയും വലിയൊരു സത്യം പെട്ടെന്ന് മറിഞ്ഞു പോയോ? നമ്മളിപ്പോൾ റിഫോമേഴ്സ് എല്ലാം അല്ലെങ്കിൽ പഴയ കാല സഭകളിലെ വ്യക്തിത്വങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അവരെല്ലാം ഒന്നടങ്കം ഒരേ ശബ്ദത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, എതിർ ക്രിസ്തുവിൻ്റെ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് റോമൻ കത്തോലിക് ചർച്ചാണെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സത്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്വരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി അവർ ആൻറ്റി റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഇറക്കി. നമ്മൾ നേരത്തെ ബ്രദർ ജോനതൻ പറഞ്ഞായിരുന്നു, ജസ്യൂട്ട് പുരോഹിതന്മാർ പുതിയ 2 സിദ്ധാന്തങ്ങൾ ഇറക്കി. ഒന്ന് ഫ്യൂച്ചറിസം എന്നും മറ്റൊന്ന് പ്രെറ്ററിസം എന്നും പറഞ്ഞു. അപ്പോൾ ഫ്യൂച്ചറിസം താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിസമാണ് ഒരു മൊമെൻറ്റം ഗെയിൻ ചെയ്തത്. അപ്പോൾ പ്രെറ്ററിസം പതിയെ ചുരുങ്ങിപ്പോയതായിട്ട് നമ്മൾ കാണും. അപ്പോൾ വിദൂര ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു ശക്തിയാണ് എതിർക്രിസ്തു എന്നാണ് ഫ്യൂച്ചറിസം പഠിപ്പിച്ചത്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് റിഫോമേഴ്സ് എല്ലാം പഠിപ്പിച്ചത് വേണ്ട ഇരിക്കുന്ന എതിർക്രിസ്തു നമ്മുടെ കൺമുമ്പിലുണ്ട്. ബൈബിൾ സത്യങ്ങളെല്ലാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് തന്നെയാണ് എതിർക്രിസ്തു എന്ന്. പക്ഷേ ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് എതിരായിട്ട് വന്ന ഈ ജെസ്യൂട്ട് പുരോഹിതന്മാരുണ്ടാക്കിയ സിദ്ധാന്തം പെട്ടെന്നൊന്നും ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോമേഴ്സ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തില്ല. 2 നൂറ്റാണ്ടുകളെടുത്തു ഇത് പതിയെ ക്രമേണ ഈ പ്രൊട്ടസ്റ്റന്റ് ഇൻഫിൽട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് കാത്തലിക് അപ്പോസ്റ്റലിക് ചർച്ച്, അതൊരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ്. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള എഡ്വേർഡ് ഇർവിംഗ് ആണ് ഇത് ആദ്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്ന പ്ലൈമത്ത് ബ്രദറൻ സഭയുടെ സ്ഥാപകനായിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ നെൽസൺ ഡാർബി. അദ്ദേഹം ഈ തത്വങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. പതിയെ അദ്ദേഹം തന്നെയാണ് ഈ ഡിസ്പെൻസേഷൻ മൂവ്മെന്റിന്റെ വക്താവ്. അപ്പോൾ പതിയെ ഇവർ പഠിപ്പിച്ച ഈ ഫ്യൂച്ചറിസം ആശയങ്ങൾ പതിയെ കടമെടുത്ത് പ്രൊട്ടസ്റ്റന്റ് സഭയിലേക്ക് പതിയെ അരിച്ചു കയറാനായിട്ട് തുടങ്ങി. പിന്നെ അതിന് ആക്കം കൂട്ടിയത് സ്കോഫീൽഡ് ഇംഗേഴ്സൺ ബൈബിളാണ്. അപ്പോൾ ഒരു സ്റ്റഡി ബൈബിളാണത്, ഫുഡ് നോട്ട്സ് ഉള്ള സ്റ്റഡി ബൈബിളാണ്. അപ്പം ഇന്ന് നമ്മുടെ ഇഷ്ടം പോലെ കൺകോർഡൻസും സ്റ്റഡി ബൈബിളും ഒക്കെ അവൈലബിൾ ആണ്. അന്നത്തെ കാലത്ത് വളരെ സുലഭമല്ലായിരുന്നു. ആ സമയത്താണ് സ്കോഫീൽഡ് ഇംഗേഴ്സൺ ദശലക്ഷക്കണക്കിന് ബൈബിൾ സ്റ്റഡി നോട്ട്സോട് കൂടി ഉള്ള ബൈബിള് വിതരണം ചെയ്യാനായിട്ട് തുടങ്ങി. പ്രൊട്ടസ്റ്റന്റ് സഭക്കാരെല്ലാം ഇതെല്ലാം വായിക്കാൻ തുടങ്ങി. അന്നത്തെ പാസ്റ്റേഴ്സ് എല്ലാം നോക്കിയപ്പോൾ സ്റ്റഡി ഗൈഡ്സിലെല്ലാം എഴുതി ചേർത്തിരിക്കുന്ന ഫ്യൂച്ചറിസമാണ്. അതെല്ലാം വായിച്ച് പഠിച്ചിട്ട് അവരുടെ സഭയിലേക്ക് ഇത് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പതിയെ ഈ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്ന അർത്ഥം എൽവിൻ പറഞ്ഞതുപോലെ എതിർപ്പുണ്ടായ എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരും പതിയെ എന്ത് ചെയ്തു, അവരോട് യോജിക്കാനും ഒരു എക്യുമെനിക്കൽ മൂവ്മെന്റിലേക്ക് വന്ന് കലാശിക്കുവാനായിട്ട് തുടങ്ങിയെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ശരിയാണ്. ഞാനിപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഒരു ആൻറ്റി ക്രൈസ്റ്റിനെ, അത് റോമൻ കാത്തലിക് ചർച്ചാണ്. ഓഫ് കോഴ്സ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ സഭയിലുള്ള ഒത്തിരി ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും. അപ്പോൾ ഇതിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണ് അല്ലേ, അതാണ് അടുത്ത മെയിൻ ചോദ്യം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഉപകാരം, നമ്മളെങ്ങനെയാണ് അതിൽ നിന്നൊരു ബെനിഫിറ്റ് എത്തുന്നതെന്നുള്ളതാണ് നമ്മൾ ശരിക്കും കണ്ടെത്തുന്നത്. എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഈ സീരീസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ റെവലേഷൻ്റെ സീരീസും കൂടെ നമ്മൾ തീർക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വലിയൊരു എനിമിറ്റി പോലെ തോന്നിക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനൊരു ഇമ്പോർട്ടൻറ്റ് കാരണമുണ്ടെന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. അതായത് ഇപ്പോൾ ആരെയും കരിവാരി തേച്ച് വെറുതെ എന്തിനോ വേണ്ടി സ്ഥാപിക്കുന്ന ഒരു ട്രൂത്ത് അല്ല. മനസ്സിലായി, നമ്മുടെ എല്ലാവരുടെയും കാണുന്ന ക്രിസ്ത്യാനികളല്ല, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഭാവിയിലേക്ക് ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇതൊരു അപ്പോകാലിപ്റ്റിക് മൂവിയുടെ അവസാനം പോലെ അല്ല, നമ്മുടെ എല്ലാവരുടെയും ലൈഫിനെ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ട്രൂത്താണ് ശരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇതിപ്പോൾ അങ്ങനെ മാത്രം കണ്ട്
എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആയിരിക്കണം, ദൈവത്തിൻ്റെ അവസാനത്തെ കിങ്ഡമിൽ വരാൻ പോകുന്ന സിറ്റിസൺസായി മാറാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം.